റഷ്യ യുക്രൈൻ യുദ്ധം നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ കനത്ത ആക്രമണം നടത്തുകയാണ് റഷ്യ. അതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ വധശ്രമം ഉണ്ടായെന്ന വെളിപ്പെടുത്തൽ വരുന്നു. റഷ്യയുടെ സൈനിക കമാൻഡറാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. മാർച്ച് 20 നടന്ന യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ നിന്നാണ് പുടിൻ്റെ ഹെലികോപ്റ്റർ രക്ഷപ്പെട്ടതെന്നാണ് സൈനിക കമാൻഡർ വെളിപ്പെടുത്തുന്നത്. റഷ്യൻ സൈനിക കമാൻഡർ യൂറി ഡാഷ്കിനാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. റഷ്യയിലെ കുർസ്ക് ഒബ്ലാസ്റ്റിലാണ് ആക്രമണം നടന്നതെന്ന് യൂറി ഡാഷ്കിൻ പറഞ്ഞതായി റഷ്യൻ വാർത്താ ഏജൻസിയായ RBC റിപ്പോർട്ട് ചെയ്തു. ഈ അവകാശവാദങ്ങളോട് യുക്രൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വ്യോമ പ്രതിരോധവും പ്രസിഡന്റിൻ്റെ ഹെലികോപ്റ്ററിന് പറക്കാനായി വ്യോമാതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുകയും ഒരേ സമയം ചെയ്തതായി കമാൻഡർ അവകാശപ്പെട്ടതായി RBC റിപ്പോർട്ടിൽ പറയുന്നു. കനത്ത ഡ്രോൺ ആക്രമണത്തിനിടയിൽ ഹെലികോപ്റ്റർ അകപ്പെട്ടെന്നും ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞെന്നും യൂറി ഡാഷ്കിൻ അവകാശപ്പെട്ടു. ഈ ആഴ്ച ആദ്യം പുടിൻ കുർസ്കിലെത്തിയിരുന്നു. മാർച്ചിന് ശേഷം കുർസ്ക് ഒബ്ലാസ്റ്റ് മേഖലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനമായിരുന്നു അത്. 2025 ജനുവരിയിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ഭരണകൂടം പുടിനെ വധിക്കാൻ ശ്രമിച്ചുവെന്ന് ഫോക്സ് മുൻ അവതാരകൻ ടക്കർ കാൾസൺ അവകാശപ്പെട്ടിരുന്നു. ദി ടക്കർ കാൾസൺ ഷോ എന്ന തൻ്റെ പോഡ്കാസ്റ്റിലാണ് കാൾസൺ ഈ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ടക്കർ കാൾസൻ്റെ വെളിപ്പെടുത്തൽ തെളിയിക്കാൻ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആരോപണം വന്നതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികളിൽ നിന്ന് അദ്ദേഹത്തെ കാര്യക്ഷമമായി സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് റഷ്യൻ വക്താവ് ദിമിട്രി പെസ്കോവ് പറയുകയും ചെയ്തു. US പ്രസിഡന്റായി അധികാരമേറ്റാൽ മണിക്കൂറുകൾക്കുള്ളിൽ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുമെന്നായിരുന്നു പുടിൻ്റെ പ്രഖ്യാപനം. എന്നാൽ പ്രസിഡന്റായി അധികാരമേറ്റ് മാസങ്ങൾ കഴിയുമ്പോഴും സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല. മാത്രമല്ല, റഷ്യ ഇപ്പോൾ അതിശക്തമായ ആക്രമണമാണ് യുക്രൈനിൽ നടത്തുന്നത്. പിന്നാലെ അതിരൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ട്രംപ്. റഷ്യ യുക്രൈനിൽ ആക്രമണം കടുപ്പിച്ചതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിനെ ഭ്രാന്തൻ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. യുക്രൈനിൽ റഷ്യ ആക്രമണം ശക്തമാക്കിയതിന് മറുപടിയായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിൻ്റെ അതിരൂക്ഷ പ്രതികരണം. റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ച ശേഷം ഏറ്റവും കനത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസം യുക്രൈന് മേൽ റഷ്യ നടത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് പുടിനെ ഭ്രാന്തനെന്ന് വിശേഷിപ്പിച്ചത്. യുക്രൈനെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചാൽ അത് റഷ്യയുടെ പതനത്തിലേക്ക് നയിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രംപ് അധികാരമേറ്റ ശേഷം റഷ്യ US ബന്ധം മെച്ചമായി വരികയായിരുന്നു. ഇതോടെ വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായി മാറിയിരിക്കുന്നു. റഷ്യയിലെ പുടിനുമായി എപ്പോഴും വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അയാളൊരു ഭ്രാന്തനായി അനാവശ്യമായി ആളുകളെ കൊന്നൊടുക്കുന്നു. ഞാൻ പട്ടാളക്കാരെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഒരു കാരണവുമില്ലാതെ യുക്രൈനിലെ നഗരങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിടുന്നു. യുക്രൈനെ മുഴുവൻ പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണ് അയാൾ. അത് റഷ്യയുടെ പതനത്തിലേക്ക് നയിക്കും. മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. പുടിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ തൃപ്തനല്ല. എന്താണ് പുടിന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. യുക്രൈനിലെ നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ച് അയാൾ ആളുകളെ കൊല്ലുകയാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇങ്ങനെ അതിരൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് പുടിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയും ട്രംപ് വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എനിക്കതിഷ്ടമല്ല. അത് നിർത്തുന്നതാണ് നല്ലത്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഞാനായിരുന്നു US പ്രസിഡൻ്റെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. യുദ്ധം തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഇത് സെലൻസ്കിയുടെയും പുടിൻ്റെയും ബൈഡൻ്റെയും യുദ്ധമാണ്, ട്രംപിൻ്റെ യുദ്ധമല്ല, ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം റഷ്യയും യുക്രൈനും സമാധാന ചർച്ച നടത്തിയിരുന്നു. ഇതോടെ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയും ഉയർന്നു. യുദ്ധം ആരംഭിച്ച് 3 വർഷത്തിന് ശേഷം ആദ്യമായാണ് റഷ്യയും യുക്രൈനും സമാധാന ചർച്ച നടത്തിയത്. തുർക്കിയുടെ മധ്യസ്ഥതയിലായിരുന്നു റഷ്യ യുക്രൈൻ പ്രതിനിധി സംഘം ഇസ്താംബുളിൽ കൂടിക്കാഴ്ച നടത്തിയത്. സമാധാനം സാധ്യമാകണമെങ്കിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യ തയ്യാറാകണമെന്നും തട്ടിക്കൊണ്ടുപോയ കുട്ടികളെയും യുദ്ധത്തടവുകാരെയും ഉടൻ വിട്ടയക്കണമെന്നും യുക്രൈൻ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും റഷ്യ അറിയിച്ചു. എന്നാൽ കൂടുതൽ വിദേശ ആയുധങ്ങൾ സമാഹരിക്കാനുള്ള ഇടവേളയായി വെടിനിർത്തലിന് യുക്രൈൻ ഉപയോഗിക്കാനുള്ള സാധ്യതയും ചർച്ചയിൽ റഷ്യ ചൂണ്ടിക്കാട്ടി. 30 ദിവസം വെടിനിർത്തണമെന്ന യുക്രൈൻ്റെ ആവശ്യം റഷ്യ നേരത്തെ തള്ളിയിരുന്നു. നേരിട്ട് ചർച്ച നടത്താനുള്ള പുടിൻ്റെ ക്ഷണം സെലൻസ്കി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് റഷ്യ മറുപടി നൽകിയിരുന്നില്ല. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചർച്ചകൾക്കായി ഇസ്താംബൂളിൽ എത്തിയിരുന്നു. അതിനിടയിലാണ് അതിരൂക്ഷമായ ആക്രമണം യുക്രൈനിൽ റഷ്യ നടത്തിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായതും.